ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്, കാസർഗോഡുള്ള റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങളെല്ലാവരും കൂടി ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണിത്. വളരെ മനോഹരമായ അടിപൊളി യാത്രയായിരുന്നു. ഇപ്പം എൻ്റെ അനുജത്തിയുടെ മോളുടെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ ദിവസമാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മമ്മി സിസ്റ്റേഴ്സ് എല്ലാവരും പോയി ഓരോ ദിവസമായിട്ടാണ് അവിടെ എത്തിയത്. ഞങ്ങളെത്തുന്ന സമയം തന്നെ അവരെത്തിയിരുന്നു. അവർക്ക് മുമ്പത്തെ ദിവസമായിരുന്നു ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ ട്രെയിൻ യാത്രയും അടിപൊളിയായിരുന്നു. നമ്മൾ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി ബാംഗ്ലൂർ എത്തി. അവിടുന്ന് നന്ദി ഹിൽസ് കാണാൻ പോയി. അപ്പോൾ അവിടുന്ന് മടങ്ങി വരുന്നത് വരെയുള്ള കുറച്ച് വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലി മുഴുവൻ ഒന്നിച്ച് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു യാത്ര പറ്റിയില്ല. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബാംഗ്ലൂരിലേക്കെല്ലാം മുമ്പേ ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്താലും നമുക്ക് എല്ലാവർക്കും ഒരേ ദിവസം കിട്ടിയില്ല. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടിലായി. ഇതാ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിലേക്ക് എത്തി. അവിടെ നിന്ന് മെട്രോയിൽ പോകണം. ഇപ്പോൾ മെട്രോ ഇറങ്ങിയാൽ അനുജത്തിയുടെ വീട്ടിലേക്ക് നടന്നു പോകാമെന്ന് പറയാനൊന്നുമില്ല. ഒരു 2 മിനിറ്റ് മാത്രമാണ് യാത്രയുള്ളത്. പിന്നെ മെട്രോ യാത്ര ഒരു ടാസ്ക് പോലെയായിരുന്നു. ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു. എല്ലാ ആൾക്കാരും ഒന്നിച്ചൊരു സമ്മേളനത്തിലും പോകുന്ന ആ ഒരു പ്രതീതിയായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്തൊന്നും ഇത്രയും തിരക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണക്റ്റായിട്ടാണ് നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കന്നഡ അറിയില്ല. പിന്നെ മക്കളിലുള്ളതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ പോയിട്ട് വന്നു. യാത്ര പോകുമ്പോൾ നമുക്ക് കുറേ ആൾ ഒന്നിച്ച് പോകാനാണ് ഭയങ്കര രസമുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ മെട്രോയിൽ കയറി അങ്ങനെ മെട്രോ യാത്രയെല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം ഞാനിതേപോലെ തന്നെ ഓരോ വഴിയിലേയും കൂടി ഇങ്ങനെ നടന്ന് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ കാണിച്ചു തരും ഏത് വഴിയിലാണ് പോകേണ്ടതെന്നെല്ലാം. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ പോകും. അല്ലാണ്ട് നമുക്കൊന്നും ഫസ്റ്റ് ആകുമ്പോൾ പരിചയമൊന്നും ഇല്ലാത്ത ഒരു വഴിയായിരുന്നു. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയിപ്പോൾ ട്രെയിന് വരുന്നതും കാത്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വോയിസൊന്നും കട്ട് ചെയ്തിട്ടില്ല. മുഴുവനും ആ ഒരു നാട്ടിലെ സൗണ്ട് മുഴുവനും ഇതിൽ തന്നെ ഉണ്ട്. കട്ട് ചെയ്യാണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നത്. ട്രെയിൻ വന്നു. ഞങ്ങളെല്ലാം ട്രെയിനിൽ കയറി. ഇനി കുറച്ച് സമയമുള്ളൂ, ഒരു 10-15 മിനിറ്റ് മെട്രോയിൽ പോയാൽ മതി. മെട്രോ ട്രെയിൻ ഇറങ്ങി അതേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാറ്റ്. അപ്പോൾ അവിടെ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് അവിടെ ഞങ്ങൾ കിടന്നുറങ്ങി. ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മെട്രോ യാത്രയായിരുന്നു. മെട്രോയിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ള നീറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. എൻ്റെ ചെറിയ മോളും മെട്രോയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും മൊത്തം തിരക്ക് തന്നെയായിരുന്നു. തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പുറത്തെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഈ മെട്രോയിൽ കൂടി നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ ബാംഗ്ലൂരിലെത്തി കുറേ മാളെല്ലാം കാണാൻ പോയി. മാള് മാത്രമല്ല, കുറേ സ്ട്രീറ്റെല്ലാം കാണാൻ പോയിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കുറച്ച് നല്ല വീഡിയോസെല്ലാം ഉണ്ട്. പിന്നെ കുറേ വീഡിയോസെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അതൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ കാണാനുള്ള കുറേ കാഴ്ചകളുണ്ട്. നന്ദി ഹിൽസ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ബാംഗ്ലൂരിൽ എത്തിയതിന് ശേഷമുള്ള യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പോയത്. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, പിന്നെ അനുജത്തിയുടെ മക്കൾ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. പിന്നെ ഇവിടെ ട്രെയിനിലാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ടെൻഷനിലും ഉണ്ടായിരുന്നു.
കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങൾക്കുള്ള സീറ്റെല്ലാം കിട്ടി. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ സീറ്റിലിരുന്ന് ട്രെയിനിലിരുന്ന് തന്നെ മടുത്ത് വന്നതാണ്. ഞങ്ങൾ വൈകുന്നേരം ട്രെയിനിൽ കയറി രാവിലെയാണ് വെളുപ്പിനാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തുന്നത്. അത്രയും സമയം ഇരുന്ന് തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും സീറ്റ് കിട്ടാത്ത സമയമാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ തന്നെ. ഇപ്പോൾ മെട്രോയിൽ കുറച്ച് സമയമാണെങ്കിലും സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ സീറ്റെല്ലാം കിട്ടി. ഞങ്ങളുടെ എത്തേണ്ട സ്റ്റേഷനിൽ അടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് അവർ വിളിച്ച് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ സ്ക്രീനിൽ കാണുന്നുണ്ട് അടുത്ത സ്റ്റേഷൻ ഏതാണെന്നല്ലോ. ഇപ്പം ഞങ്ങളുടെ സ്റ്റേഷനിലെത്തി. ഞങ്ങളിതാ അവിടെ നിന്ന് ഇതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ആ റിക്ഷ കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ അത്രയും അടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ള ആ കാഴ്ചകളൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. ബാംഗ്ലൂർ ഞങ്ങൾ പോയത് കുറേ മാള് കാണാനാണ്. അവിടെയുള്ള എല്ലാ മാളും കണ്ടു. മാളിൻ്റെ അകത്തുള്ള കാഴ്ചകളും പിന്നെ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ട് കണ്ടത്. പിന്നെ 2 ദിവസം ഞങ്ങൾ സ്ട്രീറ്റിൽ പോയിരുന്നു. സ്ട്രീറ്റിൽ പോയ വീഡിയോ ഒന്നും ഇതിലില്ല, ഷോർട്സ് ആയതുകൊണ്ട് തന്നെ അതിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അവർ 2 ടൈപ്പായിട്ടുള്ള വീഡിയോ ആകുമ്പോൾ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു ഭംഗി കുറവൊക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാംഗ്ലൂരിലുള്ള അധികം മാളും ഞങ്ങൾ പോയിട്ട് കണ്ടു. പിന്നെ വേറെ കാഴ്ചകൾ എന്താ പറയാനുള്ളത്, പിന്നെ കുറേ ഫുഡ് കഴിച്ചു. മെയിനായിട്ട് പറയാനുള്ളത് അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നതിൽ എടുത്തിട്ടുള്ളത്. ഏകദേശം ഉച്ചയ്ക്കടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. രാത്രി ആവുന്ന സമയത്താണ് നമ്മൾ മടങ്ങി വരുന്നത്. ശരിക്കും എല്ലാവരും പറഞ്ഞില്ലേ നടന്നാൽ കുറേ തടി കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് 10 കിലോ വെയിറ്റും ഞങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. അത്രയും നടന്നിട്ടാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ കണ്ടത്. ഓരോ മാളിനകത്ത് തന്നെ 2-3 മണിക്കൂർ നടക്കും. പകലെല്ലാം മാളിലേക്ക് പോകും, രാത്രിയാകുമ്പോൾ സ്ട്രീറ്റിലേക്ക് പോകും. സ്ട്രീറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനും പിന്നെ കുറേ എന്തെല്ലാം മാല വള അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ കുറേ ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതും കുറേ വാങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. 10 ദിവസം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. വരുന്ന സമയത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ സ്കൂളെല്ലാം കുട്ടികൾക്ക് ഓപ്പൺ ആകുന്ന സമയം അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനിയൊരു പ്രാവശ്യം കൂടി പോകണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അവിടെ കാണുന്നത് കുറേ കുർത്തീസും അതേപോലെ കുഞ്ഞോൾ ഡ്രസ്സൊക്കെയാണ് ഈ ഷോപ്പിലുള്ളത്. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷൻ വേറെ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ നല്ല വിലയും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിലയൊന്നല്ല, നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് അവിടുന്ന് വാങ്ങുന്നത്. പിന്നെ അവിടെ വില കുറവായിട്ട് തോന്നിയ സ്ട്രീറ്റിൽ കുറച്ച് സ്ഥലം മാത്രം വില കുറവായിട്ടുണ്ട്. അല്ലാതെ എല്ലായിടത്തും നല്ല വില തന്നെയാണ്. ശരിക്കും ഞങ്ങളെ കാസർഗോഡിനെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിലയാണ്. പോകുമ്പോൾ അങ്ങനെ കുറേ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വരുമ്പോൾ കുറേ ബാഗെല്ലാം ഉണ്ടായിരുന്നു. കുറേ പർച്ചേസ് ചെയ്തു. ഇനി വിലയുണ്ടെന്ന് വിചാരിച്ചാലും പോയിട്ട് വരുന്ന സമയത്തൊന്നും വാങ്ങാതെ വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷക്കുറവുള്ളത് കൊണ്ട് തന്നെ കണ്ടതും കേട്ടതെല്ലാം കുറേ എന്തെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സിസ്റ്റേഴ്സെല്ലാം ഉണ്ടല്ലോ, അവർക്കൊന്നും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ച് കുറേ സ്ഥലത്ത് പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ അവർക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും മുഖമൊന്നും ഞാനിതിൽ എടുക്കാണ്ടാണ് ഈ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കൂടുതൽ വോയിസൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. കുറേ വോയിസെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു മടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നിങ്ങൾ തന്നെ ഈ കാഴ്ചകളെല്ലാം കാണണം. കുറേ കാഴ്ചകളുണ്ട്, നല്ല നല്ല കാഴ്ചകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ എല്ലാം കാണണം. കുറേ നല്ല നല്ല ഡ്രസ്സൊക്കെ വാങ്ങുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സ്മാർട്ട് ബസാർ അവിടെയും പോകാത്ത മാളൊന്നുമില്ല. എല്ലാ വലിയ വലിയ മാളിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ള മുഴുവൻ വീഡിയോസും നിങ്ങൾ കാണണം. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് നന്ദി ഹിൽസ്. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും അവിടെ ഒന്ന് പോയിട്ട് ആ നന്ദി ഹിൽസ് ഒന്ന് കാണണം. ആ ഉദയമെല്ലാം കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ, എന്തെന്നറിയില്ല, അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് പോയിട്ട് കാണണം. ഇത് ഞങ്ങൾ പോയ കാഴ്ചകൾ നിങ്ങൾ കാണണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും 2 മണിക്കാണ് നന്ദി ഹിൽസ് കാണാൻ പോയത്. അത്രയും വെളുപ്പിന് പോയിട്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയമാകുമ്പോൾ അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം.
ഒരു 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ്, അതായത് വണ്ടി പിന്നെ ക്യൂ നിന്നിട്ടാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. അത്രയും റഷാണ് റോഡെല്ലാം. അപ്പോൾ ആ ഒരു കാഴ്ചകളും തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ റംസാൻ മാസമൊക്കെ അടുക്കാറായി. നല്ല നല്ല കുറേ വീഡിയോസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. എൻ്റെ എല്ലാ ഫ്രണ്ട്സും വീഡിയോസെല്ലാം കാണണം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവർക്കും വീഡിയോസെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് 20K സബ്സ്ക്രൈബേഴ്സായി. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്തിനെ പറ്റിയിട്ടോ സാധനങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കുറേ ഓഫേഴ്സുള്ള സാധനങ്ങളുണ്ട്. പിന്നെ സുഡിയോയിൽ പോയാലും ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു പൈസക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നല്ല നല്ല കുർത്താസൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ കാണണം. പിന്നെ ഓഫേഴ്സ് ഉള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഓക്കെ, ഇതാ ഞാനിപ്പോൾ സ്ട്രീറ്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്. കുറച്ച് വില കുറവിന് കിട്ടുന്ന സ്ഥലമാണിത്. ഒരു 300-400 കൊടുത്ത് നല്ല നല്ല ഡ്രസ്സ് കിട്ടും. ഇതാ ഈ സ്ട്രീറ്റിൽ ഞങ്ങളെല്ലാവരും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. അങ്ങനെയുള്ള മനോഹരമായ കുറേ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഇനിയും ഉണ്ട്. എല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. आपको दुपट्टा ग्रैंड चाहिए तो ऐसा नहीं है। ഇതല്ലേ വേണ്ടല്ലോ.
ഇല്ലേ? വൈബാണ്.
നമ്മളെ നമുക്ക് കിടന്ന് കാണൂണേ രജനീകാന്തിന്റെ സ്ഥലം പോരണ്ട പോരണ്ട വർണ്ണങ്ങളാലെ പെണ്ണിനെ ചുറ്റിപ്പറ്റി ഇത് വരച്ചു തീർന്നൊരു പാവം പുരുഷൻ എവിടെയോ ഓ നാടെ അപ്പുറം എന്തെല്ലാം ഉണ്ട് ഗൈസ് അതൊന്നും എന്ത് നമുക്ക് മനസ്സിലാകുന്നില്ല കുറെ കുറെ കുഞ്ഞു കുഞ്ഞു പുരകളെല്ലാം കാണുന്നുണ്ട് മഞ്ഞുകളും ചേട്ടാ അതെന്തിനാ അത് കണ്ടിട്ടല്ലേ
ഫാത്തിമ പറഞ്ഞെടുത്തപ്പോ മിന്നു മിന്നു മോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇതാ ഒരു പാർക്കിലാണ്. അടിപൊളി പാർക്കാണ് ഇവിടെ ഉള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഫ്രണ്ടിലേക്ക്